GeoGebra Lab 2. GeoGebra Lab 0, Lab 1 വീഡിയോസ് കണ്ട ശേഷം മാത്രമേ Lab 2 വീഡിയോ കാണാൻ പാടുള്ളൂ. അതിൽ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ Lab 2 ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ Lab 0, Lab 1 വീഡിയോസ് കാണുക. അതിനുശേഷം Lab 2 വീഡിയോ കാണുക. Lab 2-ൽ 4 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. 2.1, 2.2, 2.3, 2.4. ഈ ലാബുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ ഓഫ് ഗ്രാഫ്സ്. ഓക്കെ, അതിൽ 2.1, 2.2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്, 2.3, 2.4 റിഫ്ലക്ഷൻ ഓഫ് ഗ്രാഫ്സ്. വളരെ സിമ്പിളായ GeoGebra ടൂൾസ് മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ വാല്യൂ വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആക്ടിവിറ്റി 2.1 draw graph of x square, create a slider A, draw the graph of f of x plus a. ഓക്കെ, ഇവിടെ കൊടുക്കേണ്ടത് f of x plus a. ഇൻപുട്ട് ബാറിൽ f plus a. Observe how the graph of g of x changes according to a. Create input boxes for editing function and slider a. Do the above observations for different functions such as modulus of x, greatest integer x, x cube, etc. Save this as activity 2.1. ഇവിടെ കൊടുത്ത ഇൻസ്ട്രക്ഷൻസും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്ലൈ ട്രേസ് ടു ദ ഗ്രാഫ് ടു ഗെറ്റ് എ പാറ്റേൺ. റൈറ്റ് ക്ലിക്ക് ട്രേസ് ഓൺ. ഓക്കെ, ടു ഇറേസ് ദ പാറ്റേൺ പ്രസ് Ctrl F. Change the value of slider by these methods. First one, click on the slider point and move. Using move tool, select the slider and use arrow keys. Right click on the slider and turn on animation. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ലൈഡർ മൂവ് ചെയ്യാം. ഓക്കെ, ഇതാണ് ആക്ടിവിറ്റി 2.1. GeoGebra'ൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് കൂടുതൽ മനസ്സിലാകും. ആക്ടിവിറ്റി 2.2, open a new GeoGebra window. Draw the graph of f of x equal to x square. Create a number slider A with increment 0.1. Draw the graph of g of x equal to f of x plus a. Okay, 2.1-ൽ f of x plus a, 2.2-ൽ f of x plus a. Okay, അതാണ് വ്യത്യാസം. Input f of x plus a. Observe how the graph of g of x changes according to a. Create input boxes for the function f and the slider a. Generalize the above observations with different functions such as modulus of x, greatest integer x, x cube, etc. You may use the animation option to change the slider. Save this as activity 2.2. ഇതാണ് 2.2. ഈ രണ്ട് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് ആക്ടിവിറ്റി 2.3 റിഫ്ലക്ഷൻ ഓഫ് ഗ്രാഫ്, 2.4 കൂടെയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ലാബിലേക്ക് കടക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ എന്താണ് ലാബിൽ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ലാബിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവാൻ നമുക്ക് അത് സഹായിക്കും. ട്രാൻസ്ലേഷൻ ഓഫ് ഗ്രാഫ്സ്, ഇതാണ് നമ്മൾ ലാബ് 2-ൽ ചെയ്യാൻ പോകുന്നത്. Translation of graph means moving a graph from one location to another location. ഒരു ഗ്രാഫിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അതാണ് നമ്മൾ ഈ ലാബിൽ ചെയ്യുന്നത്. Now translation, there are 3 types of translation: shifting, scaling, reflection. Okay, shifting, scaling, reflection. അപ്പോൾ നമ്മൾ 2.1, 2.2 shifting ആണ്. 2.3, 2.4 റിഫ്ലക്ഷൻ. അഡീഷണൽ ആക്ടിവിറ്റീസിൽ സ്കെയിലിംഗ് വരുന്നുണ്ട്. ഷിഫ്റ്റിംഗ്, എ ട്രാൻസ്ലേഷൻ ഇൻ വിച്ച് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ ഗ്രാഫ് ഇസ് നോട്ട് ചേഞ്ചസ് ബട്ട് ദ ലൊക്കേഷൻ ഓഫ് ദ ഗ്രാഫ് ചേഞ്ചസ് ഇസ് കോൾഡ് ഷിഫ്റ്റിംഗ്. ഓക്കെ, ഗ്രാഫിൻ്റെ സൈസ്, ഷേപ്പ് ചേഞ്ച് ആവുന്നില്ല. എന്താണ് ചേഞ്ച് ആവുന്നത്? ലൊക്കേഷൻ മാത്രം ചേഞ്ച് ആകും. സൈസും ഷേപ്പിലും ഒരു മാറ്റം വരുത്താണ്ട് ഗ്രാഫിൻ്റെ ലൊക്കേഷൻ മാറ്റം വരുത്തുന്ന ട്രാൻസ്ലേഷനാണ് ഷിഫ്റ്റിംഗ്. ഇതിൽ ഷിഫ്റ്റിങ്ങിൽ മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് ഇരിക്കുന്നത്: വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് ആൻഡ് ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ്. അപ്പം നമ്മൾ ഈ ഫിഗർ ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാം.
ഇതാണ് ഈ ഗ്രീൻ കളർ ഗ്രാഫാണ് ഒറിജിനൽ ഗ്രാഫ്, എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ്. ഓക്കെ, നമ്മൾ ഷിഫ്റ്റിംഗ് ചെയ്തിട്ട് ഇതിനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി, ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ഗ്രാഫ്. ഇതിപ്പോ വേർട്ടിക്കൽ മൂവ്മെന്റ് ആണ്. അടുത്ത ഫിഗർ നോക്കിയേ, റെഡ് പുതിയ ഗ്രാഫ് ഇതുപോലെ ഡൗൺവേർഡ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു വേർട്ടിക്കൽ മൂവ്മെന്റ് ആണ്. നേരത്തെ വേർട്ടിക്കൽ അപ്വേർഡ്സ്, ഇത് വേർട്ടിക്കൽ ഡൗൺവേർഡ്സ്. പക്ഷെ ഇവിടുത്തെ പുതിയ ഗ്രാഫ് ഇതാണ്, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴയ ഗ്രാഫ്, ഇത് പുതിയ ഗ്രാഫ്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. ഈ ഫിഗറിൽ നമ്മുടെ പുതിയ ഗ്രാഫ് പഴയ ഗ്രാഫിന്റെ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഇപ്പൊ 4 ഷിഫ്റ്റിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ 2 വേർട്ടിക്കൽ ഷിഫ്റ്റ്, പിന്നെ കണ്ട 2 ഹൊറിസോണ്ടൽ ഷിഫ്റ്റ്. ഓക്കെ, വേർട്ടിക്കലായിട്ട് മൂവ് ചെയ്യും, ഒന്നെങ്കിൽ വേർട്ടിക്കൽ അപ്വേർഡ്സ് ഓർ വേർട്ടിക്കലി ഡൗൺവേർഡ്സ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എ, എഫ് ഓഫ് എക്സ് പ്ലസ് എ. ഓക്കെ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ്, ഒന്നെങ്കിൽ ഗ്രാഫ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും അല്ലെങ്കിൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അന്നേരം നമ്മൾ ഉപയോഗിക്കേണ്ടത് എഫ് ഓഫ് എക്സ് പ്ലസ് എ. ഇത് തമ്മിലെ വ്യത്യാസം, ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എ, എഫ് ഓഫ് എക്സ് ഇസ് വൈ, വൈ പ്ലസ് എ. വൈ കോർഡിനേറ്റിന്റെ കൂടെ ഒരു എ ആഡ് ചെയ്യും. എക്സ് കോർഡിനേറ്റ് ഒന്നും ചെയ്യുന്നില്ല, വൈ കോർഡിനേറ്റ് പ്ലസ് എ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെയാണ് സമയത്ത് എക്സ് പ്ലസ് എ ആണ് ചെയ്യുന്നത്. എക്സ് കോർഡിനേറ്റിന്റെ കൂടെ എ ആഡ് ചെയ്യും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ലാബിലേക്ക് കയറുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ ഒബ്സർവേഷൻ ബുക്കിന്റെ റൈറ്റ് സൈഡിൽ പ്രൊസീജിയറും ലെഫ്റ്റ് സൈഡ് ഇതുപോലെ ടേബിൾ വരച്ച് കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ജിയോജിബ്ര ഫയൽ എടുത്തിട്ട് നമ്മുടെ ലാബ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ റിസൾട്ട് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ലാബ് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. അതിൻ്റെ റിസൾട്ടിലേക്ക് എത്താൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഇത് അനലൈസ് ചെയ്താൽ മതി, നമുക്ക് റിസൾട്ടിലേക്ക് എത്താം. നമ്മൾ എടുക്കുന്ന ഫങ്ഷൻസ് എക്സ് സ്ക്വയർ, ഓക്കെ, എ ഗ്രേറ്റർ ദാൻ 0 ആവാം. നമ്മൾ എടുക്കുന്ന വാല്യൂ എ ഗ്രേറ്റർ ദാൻ 0 ആവാം, ലെസ് ദാൻ 0 ആവാം. മോഡുലസ് ഓഫ് എക്സ്, ഓക്കെ, മോഡുലസ് ഓഫ് എക്സ് എഴുതാം, എ ഗ്രേറ്റർ ദാൻ 0, എ ലെസ് ദാൻ 0. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ എക്സ് എടുക്കാം, എ ഗ്രേറ്റർ ദാൻ 0, എ ലെസ് ദാൻ 0. എക്സ് ക്യൂബ്, എക്സ് 1/x തുടങ്ങിയ ഫങ്ഷൻസ് ഇവിടെ എഴുതാം. ഇവിടെ എ ഗ്രേറ്റർ ദാൻ 0, എ ലെസ് ദാൻ 0 എഴുതാം. ഗ്രാഫ് വരച്ച ശേഷം എഫ് ഓഫ് എക്സിന്റെ ഡൊമെയിൻ, എഫ് ഓഫ് എക്സിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് പ്ലസ് എ ഷിഫ്റ്റിംഗ് ചെയ്ത ശേഷം കിട്ടുന്ന ഡൊമെയിൻ എന്താ, ഷിഫ്റ്റിംഗ് ചെയ്ത ശേഷം കിട്ടുന്ന റേഞ്ച് എന്താന്ന് കണ്ടുപിടിക്കുക. അത് ഏത് ടൈപ്പ് ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്, വേർട്ടിക്കൽ ഷിഫ്റ്റിംഗ് ആണോ ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ് ആണോ വരുന്നത്, വേർട്ടിക്കലി അപ്വേർഡ്സ് ആണോ വേർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണോ വരുന്നത്, അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ലെഫ്റ്റ് ആണോ പോകുന്നേ, ഹൊറിസോണ്ടലി റൈറ്റ് ആണോ പോകുന്നേ, അതാണ് ഈ ലാസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്. ടേബിൾ നമ്മൾ വരച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഗ്രാഫ് എടുത്ത് ചെയ്യുന്ന സമയത്ത് ആ റിസൾട്ട് ഇവിടെ എഴുതി വെക്കാം. അന്നേരം നമുക്കിത് കമ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. എഫ് ഓഫ് എക്സിന്റെ ഡൊമെയിനും എഫ് ഓഫ് എക്സ് പ്ലസ് എയുടെ ഡൊമെയിൻ കമ്പയർ ചെയ്യാം. റേഞ്ച്, എഫ് ഓഫ് എക്സിന്റെ റേഞ്ചും എഫ് ഓഫ് എക്സ് പ്ലസ് എയുടെ റേഞ്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ റിസൾട്ടുകൾ കിട്ടും. ഇതേപോലെ ലാബ് 2.2 വരുന്നത് നമ്മൾ എടുക്കുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2.1 എഫ് ഓഫ് എക്സ് പ്ലസ് എ, 2.2 എഫ് ഓഫ് എക്സ് പ്ലസ് എ, എക്സിന്റെ കൂടെ എ ആഡ് ചെയ്ത് വരും, എക്സ് പ്ലസ് എ. ഇവിടെയും എ ഗ്രേറ്റർ ദാൻ 0 ആവാം, എ ലെസ് ദാൻ 0 ആവാം. അപ്പം നമ്മൾ എടുക്കുന്ന ഫങ്ഷൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്യാം. എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, മോഡുലസ് ഓഫ് എക്സ്, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ എക്സ്, 1/x, എക്സ് സൈൻ എക്സ് കോസ് എക്സ്, അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യാം. അതൊക്കെ ജിയോജിബ്ര ഗ്രാഫിൽ വരച്ചിട്ട് ആ കിട്ടുന്ന റിസൾട്ട് ഇവിടെ എഴുതാം. ഡൊമെയിൻ ഓഫ് എഫ് ഓഫ് എക്സ്, റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ്, ഡൊമെയിൻ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ, റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ. ഷിഫ്റ്റിംഗ് ഏത് ടൈപ്പ് ഷിഫ്റ്റിംഗ് ആണ്, വേർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ, വേർട്ടിക്കൽ ആണെങ്കിൽ വേർട്ടിക്കൽ അപ്വേർഡ്സ് ആണോ വേർട്ടിക്കൽ ഡൗൺവേർഡ്സ് ആണോ, ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഹൊറിസോണ്ടലി ലെഫ്റ്റ് ആണോ ഹൊറിസോണ്ടലി റൈറ്റ് ആണോ, അതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയ റിസൾട്ടുകൾ നമുക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ജിയോജിബ്ര തുറക്കാം. ജിയോജിബ്രയിൽ ഈ ആക്ടിവിറ്റീസ് ചെയ്യാം. ജിയോജിബ്ര ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആക്ടിവിറ്റി 2.1 ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെന്റ് 0.1,
Draw the graph of g of x equal to f of x plus a. Input f plus a. Observe how the graph g of x changes according to a. Create input boxes for editing function and slider a. Do the above observations for different functions such as modulus of x, greatest integer x, x cube, etc. Save this as activity 2.1. ആദ്യം ചെയ്യേണ്ടത് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് എക്സ് ക്യാപ് ടു എക്സ് സ്ക്വയർ സ്ലൈഡർ എ മിനിമം വാല്യൂ -10, മാക്സിമം വാല്യൂ 10 കൊടുത്തേക്കാം. ഇൻക്രിമെൻറ്റ് 0.1. ഓക്കെ, സ്ലൈഡർ എ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻപുട്ട് ബാറിൽ എഫ് പ്ലസ് എ എന്ന് അടിച്ചു കൊടുക്കുക. എൻ്റർ കീ ക്ലിക്ക് ചെയ്യുക. കർവ് ഇതുപോലെ കിട്ടും. ഗ്രീൻ കളറിലുള്ള ഗ്രാഫ് ഒറിജിനൽ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ, റെഡ് കളറിലുള്ളത് എഫ് പ്ലസ് എ ചെയ്തിട്ട് കിട്ടിയ ഗ്രാഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഫംഗ്ഷനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാം. അതുപോലെ ജി ഓഫ് എക്സിനെയും ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കാം. എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് പ്ലസ് എ is 1, so എഫ് ഓഫ് എക്സ് പ്ലസ് എ is എക്സ് സ്ക്വയർ പ്ലസ് 1. When a changes, when a is positive, a is increasing, graph moves upward. Observe the movement of graph. Now this is graph of f of x plus a or y plus a. Y value changes to y plus a. When a is positive, shift is towards vertically upward. When a is negative, suppose a is equal to minus 2.6, g of x is x square minus 2.6, then shift is vertically downwards. Now here a is equal to 3, original function is x square, new function is x square plus 3. ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ്റെ മുകളിൽ എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെ മുകളിൽ ഒരു പോയിന്റ് എടുത്തിട്ട് അതിലെ കോർഡിനേറ്റ്സിൽ വരുന്ന ചേഞ്ചസ് എന്താണെന്ന് ഒബ്സർവ് ചെയ്യാം. ഇപ്പോൾ ഈ കർവിൻ്റെ മുകളിൽ ഒരു പോയിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സ്ലൈഡർ ബി ഇൻക്രിമെൻറ്റ് 0.1. ലാബ് 2.1ൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല എങ്കിൽ പോലും നമ്മൾ ഈ കേവിൻ്റെ മുകളിൽ വരുന്ന പോയിന്റ്സ് തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്ത് നോക്കിയാൽ അത് ശരിക്കും മനസ്സിലാകും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ കേവിൻ്റെ മുകളിൽ ഒരു പോയിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലാബ് 1ൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കേവിൻ്റെ മുകളിൽ ഒരു പോയിന്റ് എടുക്കാൻ എ എഫ് ഓഫ് എ ആണ് നമ്മൾ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ലാബ് 1 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്ത സ്ലൈഡർ ബി ആയതുകൊണ്ട് ഞാൻ ഇവിടെ എൻറ്റർ ചെയ്യേണ്ടത് ബി എഫ് ഓഫ് ബി. ഇവിടെ ഒരു പോയിന്റ് വന്നു. റൈറ്റ് ക്ലിക്ക് ഓൺ സി, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി, ബേസിക്, ഷോ ലേബിൾ, നെയിം ആൻഡ് വാല്യൂ. സിയുടെ കോർഡിനേറ്റ്സ് നമുക്കിവിടെ കിട്ടും. അതുപോലെ ഈ ജി ഓഫ് എക്സ്, രണ്ടാമത്തെ കേവ് ജി ഓഫ് എക്സ്, അതിൻ്റെ മുകളിൽ വരുന്ന പോയിന്റ് ബി ജി ഓഫ് ബി. ഡി ഇസ് ബി ജി ഓഫ് ബി. റൈറ്റ് ക്ലിക്ക് ഓൺ ഡി, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, ബേസിക്, ഷോ ലേബിൾ, നെയിം ആൻഡ് വാല്യൂ. ഡി എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടി. നമ്മൾ ബി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലൈഡർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേവിൻ്റെ മുകളിൽ വരുന്ന വ്യത്യസ്തമായ പോയിന്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 പോയിന്റ്സ് ഒബ്സർവ് ചെയ്യാം. എക്സ് സ്ക്വയർ ഗ്രാഫിൽ വരുന്ന പോയിന്റ് സി 1 1. ഓക്കെ, എക്സ് ഇസ് 1, 1 സ്ക്വയർ ഇസ് 1 1 1. ഇവിടെ വരുന്ന പോയിന്റ് 1 4. എക്സ് കോർഡിനേറ്റിൽ ചേഞ്ചസ് ഒന്നുമില്ല, 1 1 തന്നെയാണ്. പക്ഷെ വൈ കോർഡിനേറ്റ് 1 4 ആയിട്ട് മാറി. അതായത് 1 + 3 4. വൈയുടെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ സ്ലൈഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 0, when x is 0, y is 0, so the point is 0 0. Here the point d is 0 3. x coordinate 0 തന്നെയാണ് രണ്ട് പോയിന്റിൻ്റെയും. പക്ഷെ y coordinate ഇവിടെ c യുടെ y coordinate 0, d യുടെ y coordinate 3.
x is minus 0.7, y is 0.49. For the point D, x is minus 0.7, but y is 3.49. 0.49 plus 3. X is minus 1, y is 1. For the point D, x minus 1, y 4. Okay, x value same, y value 1 plus 3 is 4. Y coordinate change ആവുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ജി ഓഫ് എക്സ് ഇസ് എഫ് ഓഫ് എക്സ് പ്ലസ് 3 ഇതുപോലെ ഇരിക്കുന്ന ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചേഞ്ച് ആവുന്നത് വൈ കോർഡിനേറ്റാണ്. എക്സ് കോർഡിനേറ്റിൽ മാറ്റമൊന്നും വരുന്നില്ല, വൈ കോർഡിനേറ്റ് ചേഞ്ച് ആകും. ഓക്കെ, ഇനി നമുക്ക് സ്ലൈഡർ സി ഡി ഈ പോയിന്റ്സ് ആവശ്യമില്ല, അത് ഞാൻ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻപുട്ട് ബോക്സ് ഫോർ എ, ഇൻപുട്ട് ബോക്സ് ഫോർ സ്ലൈഡർ, സോ ലിങ്ക് വിത്ത് എ. ഓക്കെ, then input box for function f, link with f. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് കൊടുത്തിട്ട് അതിൽ വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ഇവിടെ ഒന്നും കൂടി നമുക്ക് ഇതൊന്ന് ഒബ്സർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതിൻ്റെ ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂസ്, that is set of all real numbers. F of x equal to x square is defined for all real numbers. We can give any real number to this x. So set of all x values is set of all real numbers. So domain equal to R. And range is, range കണ്ടുപിടിക്കാൻ y വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്, ഗ്രാഫിൽ വരുന്ന y വാല്യൂസ്. അപ്പോൾ ഗ്രാഫ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 0 ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മിനിമം വാല്യൂ ഓഫ് y is 0. പിന്നെ ഗ്രാഫ് ഇതുപോലെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, അതായത് y വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകും. സോ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ ഇസ് 0 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 0 ഓപ്പൺ അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, റേഞ്ച് ഓഫ് എക്സ് സ്ക്വയർ ഇസ് 0 ഇൻഫിനിറ്റി. ഗ്രാഫ് ഒബ്സർവ് ചെയ്താൽ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഗ്രാഫിലെ ഓരോ പോയിന്റും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ y കോർഡിനേറ്റ് ഈ y ആക്സിസിൽ വരുന്ന y വാല്യൂസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു y വാല്യൂ നമുക്ക് കിട്ടും. അതാണ് ഈ y വാല്യൂ ആണ് ഈ പോയിന്റിൻ്റെ y കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. സെറ്റ് ഓഫ് ഓൾ y വാല്യൂസ് ആർ റേഞ്ച്. റേഞ്ച് ഇസ് സെറ്റ് ഓഫ് ഓൾ y such that xy belongs to f. So here range is 0 infinity closed at 0 open at infinity. അതാണ് നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെ റേഞ്ച് 0 ഇൻഫിനിറ്റി. ഇനി നമ്മൾ ഈ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മളിവിടെ ഷിഫ്റ്റ് ചെയ്തു എഫ് ഓഫ് എക്സ് പ്ലസ് എ ഇസ് 3, ഹിയർ എ ഇസ് 3. ഇതിൻ്റെ ഡൊമെയിൻ 6 തന്നെയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 3 is defined for all real numbers. So domain of g of x is set of all real numbers. പക്ഷെ ഇതിൻ്റെ റേഞ്ച് ഒന്ന് നോക്കി, ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ഈ പോയിന്റ് നിന്നാണ്, 0 3, y വാല്യൂസ് 3, മിനിമം y വാല്യൂസ് 3, ദെൻ y ഇൻക്രീസസ്. ഓക്കെ, y ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. സോ വാട്ട് ഇസ് റേഞ്ച് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3? റേഞ്ച് ഇസ് 3 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 3. So when a is 3, domain is R, range is 3 infinity. ഈ പഴയ ഗ്രാഫിൻ്റെ അതേ ഡൊമെയിൻ തന്നെയാണ് പുതിയ ഗ്രാഫിനും ഉണ്ടാവുക, 6 തന്നെയാണ്. പക്ഷേ റേഞ്ച് ഇവിടെ 0 ഇൻഫിനിറ്റിയാണ്, ഇവിടെ വരുമ്പോൾ 3 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 3. ഓക്കെ, ഇതിനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇനി 4-ലൊക്കെ വേറെ ഏത് വാല്യൂവിൽ വെച്ച് കഴിഞ്ഞാലും 4-ൽ വെച്ചിട്ടുണ്ട്. വെൻ എ ഇസ് 4, ഡൊമെയിൻ ഇസ് R, റേഞ്ച് ഇസ് 4 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 4. വെർട്ടിക്കൽ ഷിഫ്റ്റ് നടത്തുന്ന സമയത്ത് ഡൊമെയിൻ ചേഞ്ച് ആകുന്നില്ല, റേഞ്ച് ചേഞ്ച് ആവുന്നുണ്ട്. എ ഇൻഫിനിറ്റി ആയിട്ട് മാറുന്നുണ്ട്. വെൻ എ ഇസ് 3, 3 ഇൻഫിനിറ്റി. വെൻ എ ഇസ് 4, 4 ഇൻഫിനിറ്റി. റേഞ്ച് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ എ പോസിറ്റീവ് ആണ്, ഷിഫ്റ്റിംഗ് ഇസ് വേർട്ടിക്കലി അപ്വേർഡ്, വേർട്ടിക്കലായിട്ട് അപ്വേർഡാണ് പോകുന്നത്. വൈ ആക്സിസിന് പാരലായിട്ട് മുകളിലോട്ട് അപ്വേർഡാണ് മൂവ്മെൻറ്റ്. ഇനി എ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ, എ 0 വന്നാൽ
ആദ്യത്തെ കേർവായിട്ട് കോയിൻസൈഡ് ചെയ്യും. എ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ vertically downward. Movement is vertically downwards. Here A is minus 2. A is minus 2. New graph is x square minus 2. Okay, this is our original graph x square. Domain is R, range is 0 infinity. For the new graph, domain is R. What is range of this function x square minus 2? Y value is here minus 2. Y increases from minus 2 to infinity. So range is minus to infinity, closed at minus 2. Okay. When A is minus 4, new function is x square minus 4. Domain is R, range is minus 4 infinity, closed at minus 4. In general, when we do the shift f of x plus a, domain is same set but range changes. ഡൊമെയിനിൽ മാറ്റം വന്നിട്ടില്ല, 6 തന്നെയാണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എ ചെയ്യുന്ന സമയത്ത് റേഞ്ച് ഇവിടെ ഈ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എക്സ് സ്ക്വയറിൻ്റെ റേഞ്ച് 0 ഇൻഫിനിറ്റി, എക്സ് സ്ക്വയർ പ്ലസ് എയുടെ റേഞ്ച് എ ഇൻഫിനിറ്റി ആയിട്ട് വരും. നമ്മൾ ഇതിന് ട്രേസ് കൊടുത്തു കഴിഞ്ഞാൽ, ട്രേസ് കൊടുക്കാൻ കേർവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണം, ട്രേസ് ഓൺ ക്ലിക്ക് ചെയ്യാം. അതുപോലെ സ്ലൈഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ആനിമേഷൻ ഓൺ ക്ലിക്ക് ചെയ്യാം. പാറ്റേൺ, നല്ല ഭംഗിയുള്ള പാറ്റേൺ കിട്ടും. വെൻ വി ക്ലിക്ക് കൺട്രോൾ എഫ്, ട്രേസ് ഇറേസസ്. ഇനി നമുക്കിവിടെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. മോഡുലസ് ഓഫ് എക്സ് അബ്സലൂട്ട് എക്സ് ആണ് എടുത്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് അബ്സലൂട്ട് എക്സ് എടുത്തിട്ടുണ്ട്. ഹിയർ എ ഈക്വൽ ടു -3.5. അപ്പോൾ ഇതിനും ഇവിടെ അനിമേഷൻ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പാറ്റേൺ കിട്ടും നമുക്ക്. സ്ലൈഡറിന് അനിമേഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് ഇവിടെ ഓഫ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആകും. ഓക്കെ, കൺട്രോൾ എഫ് അടിച്ചു കഴിഞ്ഞാൽ ഇറേസ് ചെയ്ത് പോകും. ഹിയർ എ ഇസ് -4.7, g of x is modulus of x minus 4.7. So shift is vertically downwards. When a is negative, shift is vertically downwards. When a is positive, trace കളഞ്ഞേക്കാം. When a is positive, when a is 3.1, a is positive, shift is vertically upwards. Okay. Now range and domain of original function. Consider modulus of x. Domain of modulus of x is R, set of all real numbers. Range of modulus of x is 0 to infinity. Okay, minimum value, y value 0. Then graph increases, y value increases and tends to infinity. So range is 0, infinity, closed at 0. When a equal to 0, both functions coincides. When a is 1, we get modulus of x plus 1. This shift is vertically upwards. When a is positive, shift is vertically upwards. A is 3, mod x plus 3. Now domain of modulus of x is R, and similarly domain of mod x plus 3 is set of all real numbers. Range of modulus of x is 0 to infinity. Now what is range of modulus of x plus 3? Here minimum y value is 3, then y increases. So range of mod x plus 3 is 3 to infinity, closed at 3. Now consider -1. A is -1. Domain is R. Range is -1 infinity. When A is negative, shift is towards vertically downwards. And range is -2 infinity. Original graph range is 0 infinity. New graph's range is -2 infinity. അപ്പോൾ ഇവിടെയും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. എഫ് ഓഫ് എക്സ് ഇസ് മോഡുലസ് ഓഫ് എക്സ്. ന്യൂ ഗ്രാഫ് മോഡ് എക്സ് പ്ലസ് എ. വെൻ എ ഇസ് ഗ്രേറ്റർ ദാൻ 0, shift is vertically upwards. When a is less than 0, shift is vertically downwards. Domain remains the same. Domain R തന്നെയാണ്. എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും ഡൊമെയിൻ R തന്നെയാണ്. പക്ഷേ റേഞ്ച്, എഫ് ഓഫ് എക്സിൻ്റെ റേഞ്ച്
0 infinity closed at 0. g of x in the range a infinity closed at e. നമുക്ക് അടുത്ത ഫംഗ്ഷൻ എടുക്കാം. floor x. floor x. a is 1, a is 3. Okay, green കളറിൽ കാണുന്നത് greatest integer x or floor x. Red കളറിൽ ഇരിക്കുന്നത് greatest integer x plus 3. Domain of f of x is R, set of all real numbers, and domain of g of x is set of all real numbers. x ന് നമുക്ക് ഏത് റിയൽ നമ്പറും കൊടുക്കാം. ഗ്രാഫിൻ്റെ ഈ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ y വാല്യൂ 0, ഈ പാർട്ടിൽ y വാല്യൂ 1, ഈ ഒരു ഗ്രീൻ കളർ ഈ പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ y വാല്യൂ 2. സോ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ, റേഞ്ച് ഓഫ് ഫ്ലോർ എക്സ് ഇസ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. അതുപോലെ നമ്മൾ പുതിയ ഗ്രാഫും നോക്കിക്കഴിഞ്ഞാൽ എക്സ് വാല്യൂ -3 -2 ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ y വാല്യൂ 0 തന്നെയാണ്. എക്സ് വാല്യൂ -2 -1, y വാല്യൂ 1. When x is in between -1 and 0, y value is 2. When x is in between 0 and 1, y value is 3. So range is set of all integers. Okay, രണ്ട് കേസിലും mod xന്റെ ഫ്ലോർ എക്സിൻ്റെ കേസിലും ഫ്ലോർ എക്സ് പ്ലസ് 3 എടുത്തു കഴിഞ്ഞാലും റേഞ്ച് ഇസ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ കാര്യത്തിൽ ഡൊമൈനും ചേഞ്ച് ആവുന്നില്ല, റേഞ്ചും ചേഞ്ച് ആവുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം നമുക്ക് ഒബ്സർവ് ചെയ്യാം. വെൻ എ ഇസ് പോസിറ്റീവ് ഷിഫ്റ്റ് ഇസ് വെർട്ടിക്കലി അപ്വേർഡ്സ്, വെൻ എ ഇസ് നെഗറ്റീവ് ഷിഫ്റ്റ് ഇസ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഈ പാർട്ട് ഇവിടുത്തെ ഈ പാർട്ട് ഇവിടെ താഴെ പോയി, ഇവിടെ ഈ പാർട്ടാണ് ഇവിടത്തേക്ക് വരുന്നത്, വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അടുത്ത ഫംഗ്ഷൻ 1/x. f of x equal to 1/x. ഇവിടെ ഇപ്പോൾ a 0 ആയതുകൊണ്ട് f of x g of x സെയിം ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് f of xന്റെ ഡൊമൈനും റേഞ്ചും നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. When x equal to 0, 1/0 is not defined. So the function is not defined when x equal to 0. So domain of f of x is set of all real numbers minus set 0. xന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ ആകുന്നില്ല. നമ്മൾ xന് 0 കൊടുക്കാൻ പാടില്ല. അതായത് നമ്മൾ ഡൊമെയിൻ എടുക്കേണ്ടത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് 0. ഇതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ y വാല്യൂസ് ആണ് റേഞ്ചിൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ y ആക്സിസിൻ്റെ മുകളിൽ വരുന്ന ഏതൊക്കെ പോയിന്റ്സ് ഗ്രാഫിലെ പോയിന്റ്സിൻ്റെ y കോർഡിനേറ്റ് ആയിട്ട് വരും എന്നാണ് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ ആലോചിക്കേണ്ടത്. y ആക്സിസിൻ്റെ മുകളിൽ വരുന്ന ഈ y വാല്യൂസ് ഏതൊക്കെ y വാല്യൂസ് ആണ് ഗ്രാഫിൻ്റെ പോയിന്റ്സിൻ്റെ y കോർഡിനേറ്റ് ആയിട്ട് വരുക. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 0 ഗ്രാഫിൻ്റെ മുകളിലെ പോയിന്റ്സിൻ്റെ y കോർഡിനേറ്റ് ആയിട്ട് വരുന്നില്ല. കാരണം എന്താ, എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ ആക്സിസിൻ്റെ മുകളിൽ y ഈക്വൽ ടു 0. ഗ്രാഫ് ഇതുപോലെ ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ അതൊരിക്കലും എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും എക്സ് ആക്സിനെ ഇത് ടച്ച് ചെയ്യുന്നുണ്ടെന്ന്, പക്ഷെ നമ്മൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് ഗ്രാഫ് പോകുന്നത്. എക്സ് ആക്സിൻ്റെ അടുത്തേക്ക് പോകും, പക്ഷെ അതൊരിക്കലും എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നില്ല. അതായത് y വാല്യൂ ഒരിക്കലും 0 ആവുന്നില്ല. ഓക്കെ, y വാല്യൂ നോട്ട് ഈക്വൽ ടു 0. അതുപോലെ ഈ ഭാഗത്തേക്കുള്ള ഗ്രാഫും ഈ എക്സ് ആക്സിസിനെ ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. അതായത് y നോട്ട് ഈക്വൽ ടു 0. 0 ഒഴികെ വരുന്ന എല്ലാ y വാല്യൂസും ഇതിലെ പോയിന്റ്സിൻ്റെ y കോർഡിനേറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻഫിനിലോട്ട് പോകും. അതുപോലെ ഗ്രാഫ് ഇവിടെ ഇങ്ങനെ താഴെ മൈനസ് ഇൻഫിനിലോട്ടാണ് പോകുന്നത്. സോ റേഞ്ച് ഓഫ് 1/x is r minus set 0. ഓക്കെ, റേഞ്ച് ഓഫ് 1/x is r minus set 0. ഇനി നമ്മൾ എയുടെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വെൻ a is പോസിറ്റീവ് ഷിഫ്റ്റ് ഇസ് വെർട്ടിക്കലി അപ്വേർഡ്സ്. ഗ്രാഫ് മുകളിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒറിജിനൽ ഗ്രാഫ്, നമ്മുടെ ന്യൂ ഗ്രാഫ് ഇതാണ്. സോ ഷിഫ്റ്റ് ഇസ് വെർട്ടിക്കലി അപ്വേർഡ്സ്. വെൻ എ ഇസ് നെഗറ്റീവ് ഷിഫ്റ്റ് ഇസ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഗ്രാഫ് ഇവിടത്തേക്ക് എത്തി, വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഓക്കെ, എ ഇസ് ഈക്വൽ ടു 1. സോ g of x ന്യൂ ഗ്രാഫ് ഇസ് 1/x plus 1. f of x plus 1. So 1/x plus 1.
നമ്മൾ ജി ഓഫ് എക്സിന്റെ ഡൊമെയിനും റേഞ്ച് കണ്ടുപിടിക്കാന്ന്. സോ എഫ് ഓഫ് എക്സിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൊമെയിൻ ഓഫ് ജി ഓഫ് എക്സ്, ഇവിടെയും എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ 1/0 + 1 വിച്ച് ഇസ് നോട്ട് ഡിഫൈൻഡ്. സോ ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് -0. എക്സിന് 0 കൊടുക്കാൻ പറ്റത്തില്ല. സോ ഡൊമെയിൻ R - സെറ്റ് 0. ഇനി നമ്മൾ ഇതിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാന്നേ. സ്ലൈഡർ ബി, അതിന്റെ ഇൻക്രിമെന്റ് 1 കൊടുത്തിട്ടുണ്ട്. y = b എന്ന് പറഞ്ഞൊരു ലൈനിന്റെ ആവശ്യമുണ്ട്. y = b. ഇവിടെയാണ് y = b. b 1 ആയതുകൊണ്ട് y = 1. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ കേർവ് ഈ ബ്ലൂ ലൈനിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, പക്ഷെ ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. അതായത് y is not equal to 1. y ഒരിക്കലും 1 നിറഞ്ഞ വാല്യൂ എടുക്കുന്നില്ല. ഇവിടെയും ഈ ലൈനിന്റെ അടുത്തേക്ക് പോകും, പക്ഷെ ഈ ഗ്രാഫ് ഒരിക്കലും ആ ലൈനിനെ ടച്ച് ചെയ്യുന്നില്ല. സോ y not equal to 1. സോ റേഞ്ച് ഓഫ് g of x is R - set 1. Now consider A2. A is equal to 2. B യുടെ വാല്യൂ നമ്മൾ 2ലേക്ക് വെക്കാം. y = 2 എന്ന് പറഞ്ഞ ലൈന് കിട്ടും. ഈ ഗ്രാഫ് ഒരിക്കലും ഈ y = 2 എന്ന് പറഞ്ഞ ലൈനിനെ ടച്ച് ചെയ്യുന്നില്ല, ഇവിടെയും ഇവിടെയും. സോ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ ഇസ് R - set 2. ഡൊമെയിൻ ഇസ് R - 0. റേഞ്ച് ഇസ് R - set 2. ഈ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ്. A = -2. നമ്മൾ ലൈനിനെ കൊണ്ടുവന്നിട്ട് -2ലേക്ക് വെക്കാം. Graph never touches the line y = -2. So range of this function 1/x - 2 is R - set -2. So in general, domain of g of x is R - 0. Range of g of x is R - set a. അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഫംഗ്ഷൻ x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇനി നമുക്ക് ഈ ബിയുടെ ആവശ്യമില്ല, സ്ലൈഡർ ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. Here function is x. When a is positive, shift is vertically upwards. A positive, shift is vertically upwards. When a is negative, shift is vertically downwards. ഇവിടെ ഫംഗ്ഷൻ എക്സിന്റെ ഡൊമെയിൻ -2 to 2, ക്ലോസ്ഡ് ഇന്റർവൽ -2 to 2 എടുത്തിട്ടുണ്ട്. f of x equal to x, -2 less than or equal to x less than or equal to 2. g of x is x minus 2, f of x minus 2. When a is 0, f and g are same function. When a equal to positive, shift is vertically upwards. Shift is vertically upwards. When a is negative, shift is vertically downwards. Now consider a1. A is equal to 1. Now what is domain of f of x? Consider the function f of x. Domain is x value from -2 to 2. So domain equal to closed interval -2 to 2. And function is y equal to x. Range is y value is also from -2 to 2. Okay, y value, ഇവിടെ y value -2, maximum y value 2. Range equal to closed interval -2 to 2. Domain of g of x is -2 to 2. f നെ വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാം. ഡൊമെയിൻ ഓഫ് g of x is -2 to 2. പക്ഷെ റേഞ്ച് എന്താണ് ഇവിടെ? -1 to 3. Okay, minimum y value is -1, maximum y value is 3. So range is -1, 3. So -2, 2 ആയിരുന്നു f of x ന്റെ റേഞ്ച്. ഇവിടെ വരുമ്പോൾ g of x ലേക്ക് വരുമ്പോൾ അതിന്റെ റേഞ്ച് -1, 3 ആയിട്ട് മാറി. When x is 2, domain of g of x is closed interval -2 to 2, but range is, here what is y value? Here y value is 0, and here to this point y value is 4. So range is 0, 4, closed interval 0, 4. -2, 2 ഇല്ലത് 0, 4 ആയി മാറി. അപ്പോൾ -2 + 2 0 വന്നു, 2 + 2 4 വന്നു. -2 + a +2 + a, അങ്ങനെയാണ് റേഞ്ച് മാറുന്നത്. When a equal to -1, domain is closed interval -2 to 2, range is -3 to 1. -2 plus -1 is -3. 2 plus -1 is 1.
when a is minus 2, when a is minus 2, domain is closed interval minus 2 to range is minus 4. Okay, here y value is minus 4 and here y value is 0. So when we consider a, domain of f of x is closed interval minus 2 to domain of g of x is closed interval minus 2 to. ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും എഫിൻ്റെയും ജിയുടെയും ഡൊമെയിൻ മാറുന്നില്ല, ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് 2 ടു തന്നെയാണ്. പക്ഷേ റേഞ്ച് മാറുന്നുണ്ട്. minus 2 plus minus 2 is minus 4, 2 plus minus 2 is 0. minus 4 0 ആണ് ഇവിടുത്തെ റേഞ്ച്. അതായത് ഇൻ ജനറൽ മൈനസ് 2 പ്ലസ് എ, 2 പ്ലസ് എ, അതാണ് പുതിയ ഫംഗ്ഷൻ്റെ ജി ഓഫ് എക്സിൻ്റെ റേഞ്ച് ആയിട്ട് വരുന്നത്. മൈനസ് 2 പ്ലസ് എ, 2 പ്ലസ് എ. അപ്പോൾ ഈ ഷിഫ്റ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് എ ചെയ്യുന്ന സമയത്ത് ഡൊമെയിൻ മാറുന്നില്ല, പക്ഷെ റേഞ്ച് മാറുന്നുണ്ട്. ചില ഫങ്ഷൻസിൻ്റെ റേഞ്ച് മാറുന്നുണ്ട്. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ഇവിടെ മാറി. അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഫംഗ്ഷൻ എക്സ് ക്യൂബ്. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫാണ്. നമുക്ക് ഈ ഫംഗ്ഷനെ ഒന്ന് ട്രേസ് ചെയ്യാം. ഗ്രാഫിൽ ട്രേസ് ഓൺ കൊടുക്കണം, സ്ലൈഡറിന് ആനിമേഷൻ ഓൺ കൊടുക്കണം. ഞാനിവിടെ ഇൻക്രിമെൻറ്റ് 1 എടുത്തത് കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ നമുക്കിവിടെ കിട്ടും. ഇൻക്രിമെൻറ്റ് 0.1 എടുത്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. റേഞ്ച് ഡൊമെയിൻ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഇൻക്രിമെൻറ്റ് 1 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ള പാറ്റേൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആനിമേഷൻ ഓഫ് ചെയ്യാന്ന്. കൺട്രോൾ എഫ് ക്ലിക്ക് ചെയ്താൽ ഇറേസ് ചെയ്ത് പോകും. ഇതിൻ്റെ ട്രേസ് ഓണും കൂടി ഓഫ് ചെയ്ത് വെക്കാം. a0, f of x and g of x are same functions. Now what is domain of f of x? Domain is set of all real numbers. ഏത് റിയൽ നമ്പർ വേണമെങ്കിൽ നമുക്ക് എക്സിന് കൊടുക്കാം, ഒരു പ്രശ്നവും വരുന്നില്ല. സോ ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇനി റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വൈ വാല്യൂ നോക്കിയാൽ മതി. ഗ്രാഫ് എങ്ങനെ പോകുന്നുണ്ട് നോക്കിയാൽ മതി. ഏതൊക്കെ വൈ വാല്യൂസ് ഈ ഗ്രാഫിൻ്റെ മുകളിൽ വരും നോക്കിയാൽ മതി. ഇവിടെ നോക്കിയേ, വൈ ഇവിടെ 0, വൈ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഇൻഫിനിറ്റി വരെ. ഇവിടെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നുണ്ട്. സോ വൈ വാല്യൂ 0 മുതൽ ഇങ്ങനെ താഴെ താഴെ കുറഞ്ഞ് മൈനസ് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. സോ വാട്ട് ഈസ് റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ? ഓപ്പൺ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി or set of all real numbers. So domain is R, range is R. For this function, domain is R, range is R. When a is 2, g of x is x cube plus 2, domain is R, range is R. ഡൊമൈനും റേഞ്ചിലും വ്യത്യാസം വരുന്നില്ല. എല്ലാ y വാല്യൂം ഈ ഗ്രാഫിൻ്റെ y കോർഡിനേറ്റ് ആയിട്ട് വരും. സോ റേഞ്ച് ഇസ് R itself. When a is positive, shift is vertically upwards and when a is negative, shift is vertically downwards. ഇവിടെ ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാന്ന്. a 0 വെച്ചിട്ടുണ്ട്. ഈ ഫംഗ്ഷനെ ക്ലോസ്ഡ് ഇൻ്റർവൽ -2 2ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാന്ന്. -2 2ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തു. a ഈക്വൽ ടു 1 എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ എഫ് ഓഫ് എക്സ് ഗ്രീൻ കളർ, ജി ഓഫ് എക്സ് റെഡ് കളർ. ഗ്രാഫ് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ഡൊമെയിൻ നമ്മൾ എടുത്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -2 2. ഇതാണ് നമ്മുടെ ഡൊമെയിൻ. റേഞ്ച് വരുന്നത് എന്താ? ഈ എഫ് ഓഫ് എക്സിൻ്റെ എക്സ് ക്യൂബിൻ്റെ റേഞ്ച് വരുന്നത് ഗ്രീൻ കളർ. ഇവിടെ മാക്സിമം വൈ വാല്യൂ, ഗ്രീൻ കളർ ഗ്രാഫിൻ്റെ മാക്സിമം വൈ വാല്യൂ 8, minimum y value -8. So range equal to closed interval -8 8. Closed interval -8 8. ഇനി റെഡ് ഗ്രാഫ് നോക്കിയേ. ഇവിടെ y വാല്യൂ, മിനിമം y വാല്യൂ എന്താണ്? -7 ആണ്. മാക്സിമം y വാല്യൂ 9, -7 9. So range is closed interval -7 9. When a is equal to 2, new graph g of x is f of x plus 2. Its range is minimum y value -6, maximum y value 10. -6 10 കിട്ടുന്ന എങ്ങനെയാ? -8 8 ആയിരുന്നു എഫ് ഓഫ് എക്സിൻ്റെ റേഞ്ച്. ഇവിടെ കിട്ടിയത് -6 10. അതെങ്ങനെ കിട്ടും? -8 8ന് 2 ആഡ് ചെയ്യണം. -8 plus 2 is -6. 8 plus 2 is 10. When a is 3, what is range? Range is closed interval -5 11. Okay, -5 11.
minus 8 plus 3 and 8 plus 3, 11. When a is minus 2, y value here is minus 10 and here 6. So range is minus 10, 6. Minus 10, 6. Minus 8 plus minus 2. Minus 10, 8 plus minus 2 is 6. So in general, range changes to minus 8 plus a, 8 plus a. ഓക്കെ, ഡൊമൈനിൽ മാറ്റമൊന്നുമില്ല. എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സ് ഇനി ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെ ഡൊമൈൻ സെയിം ആണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ -2 ആണ്. ഡൊമൈനിൽ മാറ്റം വരുന്നില്ല. പക്ഷേ റേഞ്ച് മാറും. എഫ് ഓഫ് എക്സിൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -8, 8. ജി ഓഫ് എക്സിൻ്റെ റേഞ്ച് എന്തായിരുന്നു? ക്ലോസ്ഡ് ഇൻ്റർവൽ -8 പ്ലസ് എ, 8 പ്ലസ് എ. ഈ കാര്യങ്ങളൊക്കെ ഒബ്സർവേഷൻ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ നേരത്തെ വരച്ച ടേബിളിൻ്റെ അകത്ത് ഇതൊക്കെ എഴുതി വെക്കണം. അപ്പോൾ ഇത്രയും ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ഫങ്ഷൻസ്, ഡിഫറെൻ്റ് ആയ ഫങ്ഷൻസ് എടുക്കാം. അതിൻ്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ കണ്ടുപിടിക്കാം. കോസ് എക്സ്, സൈൻ എക്സ് ഒക്കെ എടുക്കാം. എക്സ് ആക്സിസിലെ വാല്യൂസ് ആംഗിളിലേക്ക് മാറ്റിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡൊമൈനും റേഞ്ചും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സേവ് ചെയ്യണം. ഫയൽ, സേവ് ആസ് Activity 2.1. Activity 2.2. Open a new GeoGebra window. Draw the graph of f of x equal to x square. Create a number slider a with increment 0.1. Draw the graph of g of x equal to f of x plus a. Input f of x plus a. Observe how the graph of g of x changes according to a. Create input boxes for the function f and slider a. Generalize the above observations with the different functions such as modulus of x, greatest integer x, x cube, etc. You may use the animation option to change the slider. Save this as activity 2.2. ഇവിടെ ഗ്രിഡ് ആവശ്യമില്ല. ഗ്രിഡ് ഞാൻ കളയാണ്. ഗ്രാഫിക്സ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ലൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോണ്ട് സൈസ് കുറച്ച് കൂട്ടിയേക്കാം. 24 ആക്കി മാറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് കിട്ടി. ഗ്രീൻ കളറിലേക്ക് അങ്ങ് മാറ്റിയിരിക്കുകയാണേ. നൗ ക്രിയേറ്റ് എ സ്ലൈഡർ എ. മിനിമം വാല്യൂ -10, മാക്സിമം വാല്യൂ 10. മിനിമം മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. ഇൻക്രിമെൻറ്റ് 0.1. ഇൻപുട്ട് ബാറിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എ ടൈപ്പ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ന്യൂ ഗ്രാഫ് റെഡ് കളറാണ്. ഓൾഡ് ഗ്രാഫ്, നമ്മുടെ ഒറിജിനൽ ഗ്രാഫ് ഗ്രീൻ കളറിലുണ്ട്. ഓക്കെ, എക്സ് സ്ക്വയർ ആൻഡ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഈ ഫംഗ്ഷനെ നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാം. ഒബ്സർവ് ചെയ്യാൻ നമുക്ക് എളുപ്പമാകും. ജി ഓഫ് എക്സിനെയും കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കാം. എഫ് ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ, ജി ഓഫ് എക്സ് ഇസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇനി നമ്മളൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഇൻപുട്ട് ബോക്സ് ഫോർ എ, സ്ലൈഡർ ലിങ്ക് വിത്ത് എ. ഓക്കെ, then again input box for function f, link with f. okay, slider മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് മൂവ് ചെയ്യും. when a is positive, ഇപ്പോൾ a എടുക്കുന്ന വാല്യൂസ് എല്ലാം പോസിറ്റീവ് വാല്യൂ ആണ്. 5.3, 5.1 പോസിറ്റീവ് വാല്യൂ. നമ്മുടെ ഗ്രാഫ് പോകുന്നത് ഹൊറിസോണ്ടലി ലെഫ്റ്റിലേക്കാണ്. when a is positive, shift is towards horizontally left. When a is negative, shift is towards horizontally right. ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് നമ്മുടെ പുതിയ ഗ്രാഫ് മൂവ് ചെയ്യുന്നത്. ഒറിജിനൽ ഗ്രാഫ് ഗ്രീൻ, ന്യൂ ഗ്രാഫ് റെഡ്. ഒറിജിനൽ ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയി. എപ്പോഴാണ് പോയത്? എ നെഗറ്റീവ് ആയ സമയത്ത്. when a is negative, shift is towards horizontally right. when a is positive, shift is towards horizontally left. എക്സ് ആക്സിസിന് പാരലായിട്ട് പുതിയ ഗ്രാഫ് മൂവ് ചെയ്യും. എക്സ് ആക്സിസിന് പാരലായിട്ട് മൂവ് ചെയ്യും. എ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. എ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോകും. നമുക്കിതിന് വേണമെങ്കിൽ ആനിമേഷൻ കൊടുക്കാം. എക്ക് ആനിമേഷൻ കൊടുക്കാം. ഗ്രാഫിന് ട്രേസ് കൊടുക്കാം. ആനിമേഷൻ ഓഫ് ചെയ്യാം. കൺട്രോൾ എഫ് കൊടുത്തു കഴിഞ്ഞാൽ ട്രേസ് ക്ലിയർ ചെയ്ത് പോകും. ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എക്സ് സ്ക്വയർ.
Okay, domain is set of all real numbers. Range is 0, infinity, closed at 0. സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്യാം, ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് എടുക്കാം. ഇൻക്രിമെന്റ് നമ്മളിപ്പോൾ ഇവിടെ 0.1 ഉണ്ടായിരുന്നത് 1 എടുക്കാൻ പോവുകയാണ്. 1 എടുത്തിട്ടുണ്ട്. a0 when a is 1 x plus 1 whole square. When a is 2 x plus 2 whole square, shift is towards horizontally left side. When a is positive, shift is to left side. When a is negative, shift is towards right side. ഇനി നമുക്ക് ഫംഗ്ഷന്റെ റേഞ്ചും ഡൊമെയിനും കണ്ടുപിടിക്കാം. വെൻ എ ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സ് ഇസ് ജി ഓഫ് എക്സ് ഇറ്റ് സെൽഫ്. എക്സ് സ്ക്വയർ ആണ് നമ്മുടെ ഒറിജിനൽ ഗ്രാഫ് എഫ് ഓഫ് എക്സ്. അതിന്റെ ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, റേഞ്ച് 0 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് അറ്റ് 0. നേരത്തെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ജി ഓഫ് എക്സിന്റെയും സെയിം ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡൊമെയിനും റേഞ്ചും സെയിം ആണ്. ഇനി നമ്മൾ എ ഈക്വൽ ടു 1 എടുക്കാം. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിന്റെ ഡൊമെയിനും റേഞ്ചും നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് തന്നെയാണ്. എക്സിന് നമ്മൾ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ റേഞ്ച് ഈ പോയിന്റ് ആണ്. ഇവിടെയാണ് വൈ വാല്യൂ മിനിമം വരുന്നത്. ഇവിടുത്തെ വൈ വാല്യൂ 0 ആണ്. അതായത് ഈ പോയിന്റ് -1 0. സോ വൈ വാല്യൂ 0 ആൻഡ് വൈ ഇൻക്രീസസ്. സോ റേഞ്ച് ഇസ് 0 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് അറ്റ് 0. വെൻ എ ഇസ് 2, domain is R, domain of g of x is R, range is 0 infinity. When a is 3, domain is R, range is 0 infinity. When a is -1, domain is R, range is 0 infinity. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പോയിന്റില് y കോർഡിനേറ്റ് 0 ആണ്. അതായത് ഈ പോയിന്റ് 1 0, y വാല്യൂ 0. പിന്നെ y വാല്യൂ ഗ്രാഫിലൂടെ പോയി കഴിഞ്ഞാൽ y വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകും, 0 to infinity. So range equal to 0 infinity. When a equal to -2, what is domain? Domain is set of all real numbers. Range is 0 infinity. ഇവിടുത്തെ y വാല്യൂ 0, പിന്നെ y വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകും. സോ റേഞ്ച് 0 ഇൻഫിനിറ്റി. ഓക്കെ, ഇപ്പൊ ഈ ഫംഗ്ഷന്റെ കാര്യത്തിൽ ഡൊമെയിനും റേഞ്ചും ചേഞ്ച് ആകുന്നില്ല. എക്സ് സ്ക്വയർ എഫ് ഫ്രം ആർ ടു ആർ ആണ്. ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും എ മാറുന്നുണ്ടെങ്കിലും ഇവിടെ ചേഞ്ച് ആയിട്ടില്ല. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഫംഗ്ഷൻ മോഡുലസ് ഓഫ് എക്സ്, അബ്സല്യൂട്ട് എക്സ്. ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, റേഞ്ച് 0 ഇൻഫിനിറ്റി. ഇവിടെ റേഞ്ച് ഈക്വൽ ടു 0 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് അറ്റ് 0. 0 വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ സെയിം. So domain is R, range is 0 infinity. When a equal to 1, g of x is modulus of x plus 1. Domain of g of x is set of all real numbers. And what is range of modulus of x plus 1? ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെയാണ് മിനിമം y വാല്യൂ ഉള്ളത്. ഈ പോയിന്റ് -1 0, y കോർഡിനേറ്റ് 0. So y value from 0 to infinity. So range equal to 0 infinity, closed at 0. When a is 2, domain is R, range is 0 infinity. Okay. അപ്പോൾ ഇവിടെ എ പോസിറ്റീവ് ആകുമ്പോൾ ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ട്. എ നെഗറ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ ഗ്രാഫ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ ഫംഗ്ഷൻ മോഡുലസ് ഓഫ് എക്സ് -1, ഡൊമൈൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, റേഞ്ച് ഇവിടുത്തെ y വാല്യൂ 0, 0 to infinity. റേഞ്ച് ഓഫ് g of x is 0 to infinity. ഈ കേസിൽ എ നമ്മൾ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സിന്റെ റേഞ്ചും ഡൊമെയിനും, എഫ് ഓഫ് എക്സിന്റെ ഡൊമെയിൻ ആർ, റേഞ്ച് 0 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് അറ്റ് 0. ജി ഓഫ് എക്സിന്റെ ഡൊമെയിൻ ആർ, റേഞ്ച് 0 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് അറ്റ് 0. ഓക്കെ, എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെ ഡൊമെയിനും റേഞ്ചും സെയിം ആണ്. ഇനി നമ്മൾ അടുത്ത ഫംഗ്ഷൻ എടുക്കാം. ഫ്ലോർ എക്സ്, domain is set of all real numbers, range is set of all integers, set. G of x consider ചെയ്യാം. a0, f of x is g of x. When a is 1, g of x is floor x plus 1. Domain is set of all real numbers. Now consider this part. Here y value 0, y value 1, y value 2. Red graph ആണ് നോക്കേണ്ടത്. ഇവിടുത്തെ y value 3. So range of g of x is set of all integers. When a is negative value, domain is set of all real numbers, range is set of all integers.
നെക്സ്റ്റ് ഫംഗ്ഷൻ ഇസ് 1/x. നമുക്കിവിടെ ട്രേസ് കൊടുത്ത് നോക്കാം. സ്ലൈഡറിന്റെ ഇൻക്രിമെന്റ് 1 കൊടുത്തത് കൊണ്ടാണ് ഇത്ര ഗ്യാപ്പ് വരുന്നത്. 0.1 കൊടുത്താൽ ഗ്രാഫ് അടുത്തടുത്ത് വരുന്ന ഗ്രാഫ് കിട്ടും. And we know that domain of f of x is r minus 0, range is r minus 0. When a is equal to 1, g of x is f of x plus a. So 1 divided by x plus 1. Okay, when x equal to minus 1, we get 1/0, which is not defined. So domain of g of x is r minus set minus 1. Rൽ നിന്നും -1 ഒഴിവാക്കണം. So domain is set of all real numbers minus set minus 1. റേഞ്ച് അതായത് y വാല്യൂ 0 വരുന്നില്ല. ഈ കേവ് നമ്മുടെ ഈ കേവ് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല. സോ y നോട്ട് ഈക്വൽ ടു 0. ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാലും ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാലും എക്സ് ആക്സിസിനെ കേവ് ടച്ച് ചെയ്യുന്നില്ല. സോ റേഞ്ച് ഈക്വൽ ടു r മൈനസ് സെറ്റ് 0. ഓക്കെ, ഡൊമെയിൻ ഇസ് r മൈനസ് set minus 1 and range is r minus set 0. When a is equal to 2, when a is 2, g of x is 1/x plus 2. What is domain? x ന് -2 കൊടുക്കാൻ പറ്റൂല. So domain equal to r minus set minus 2. Range is r minus set 0. y value 0 വരുന്നില്ല. So range equal to r minus set 0. When a equal to 3, domain is r minus set minus 3 and range is r minus set 0. When a is equal to minus 1, a equal to minus 1, domain is ഇവിടെ നോക്കിയേ 1 കൊടുത്താൽ 1/0 not defined. So what is domain? r minus set 1. ഓക്കെ, ആറിൽ നിന്നും 1 ഒഴിവാക്കണം. എക്സിന് 1 കൊടുക്കാൻ പാടില്ല. സോ ഡൊമെയിൻ ഈക്വൽ ടു r minus set 1. Range is r minus set 0. y value 0 വരുന്നില്ല. So range equal to r minus set 0. When a equal to minus 2, domain is set of all real numbers minus set 2. x ന് 2 കൊടുക്കാൻ പാടില്ല. So r minus set 2. And what is range? Range is r minus 0. അതായത് ഈ ഷിഫ്റ്റില് ഡൊമെയിൻ ചേഞ്ച് ആകുന്നുണ്ട്, റേഞ്ച് ചേഞ്ച് ആവുന്നില്ല. ഈ ഫംഗ്ഷന്റെ കാര്യത്തിൽ 1/xന്റെ കാര്യത്തിൽ ഡൊമെയിൻ ചേഞ്ച് ആയി, പക്ഷേ റേഞ്ച് ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, ഡൊമെയിൻ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. വെൻ എ ഇസ് പോസിറ്റീവ്, ഷിഫ്റ്റ് ഇസ് ടുവേർഡ്സ് ഹൊറിസോണ്ടലി ലെഫ്റ്റ് സൈഡ്. വെൻ എ ഇസ് നെഗറ്റീവ്, ഷിഫ്റ്റ് ഇസ് ടുവേർഡ്സ് ഹൊറിസോണ്ടലി റൈറ്റ് സൈഡ്. അടുത്ത ഫംഗ്ഷൻ എക്സ്. എക്സിന്റെ ഗ്രാഫ് ഇതാണ്. നമ്മൾ എക്സിനെ ഈ ഒരു ഡൊമൈനിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. -2 to 2 ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഓക്കെ, വെൻ എ ഇസ് പോസിറ്റീവ്, ഷിഫ്റ്റ് ഇസ് ടുവേർഡ്സ് ഹൊറിസോണ്ടലി ലെഫ്റ്റ് സൈഡ്. വെൻ എ ഇസ് നെഗറ്റീവ്, ഷിഫ്റ്റ് ഇസ് ടുവേർഡ്സ് ഹൊറിസോണ്ടലി റൈറ്റ് സൈഡ്. അപ്പോൾ എ 0 വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് സെയിം ആണ്. ഡൊമെയിൻ ക്ലോസ്ഡ് ഇന്റർവൽ -2 to. What is range of f of x? y value from -2 to 2. ഇവിടുത്തെ y value 2, ഇവിടുത്തെ y value -2. So range is closed interval -2 to. When a is equal to 1, g of x is x plus 1. ഞാനിവിടെ f of x ഹൈഡ് ചെയ്യാന്ന്. ഡൊമെയിൻ എക്സ് വാല്യൂസ് വരുന്നത് ഇവിടെ നിന്നാണ്. എക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് -3 to 1. So domain of g of x is closed interval -3, 1. Range y value start ചെയ്യുന്നത് ഇവിടെ നിന്നാണ് -2 to 2. Range is closed interval -2 2. When a equal to 2, domain is closed interval -4 0. Closed interval -4 0. f of x into the closed interval -2 2. g of x into the closed interval -4 0. -2 is -4. 2 -2 is 0. When a is 3, domain of g of x is -5 -1. That is -2 -3 is -5. 2 -3 is -1. When a equal to -1, domain of g of x is -1 3. That is -2 -1. -2 plus 1 -1. 2 -1. 2 plus 1 3. So റേഞ്ച് ചേഞ്ച് ആവുന്നില്ല. എഫ് ഓഫ് എക്സ് പ്ലസ് എ ചെയ്യുന്ന സമയത്ത്
എഫ് ഓഫ് എക്സ് പ്ലസ് എ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും റേഞ്ച് സെയിം ആണ്, ക്ലോസ്ഡ് ഇൻ്റർവൽ -2 പക്ഷെ ഇവിടെ ഡൊമെയിൻ ചേഞ്ച് ആവുന്നുണ്ട്. ജി ഓഫ് എക്സിന്റെ ഡൊമെയിനും എഫ് ഓഫ് എക്സിന്റെ ഡൊമെയിനും വേറെ വേറെ ഡൊമെയിനാണ് കിട്ടുന്നത്. എഫ് ഓഫ് എക്സിന്റെ ഡൊമെയിൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -2 ജി ഓഫ് എക്സിന്റെ ഡൊമെയിൻ വരുന്നത് -2 - a 2 - a. അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഫംഗ്ഷൻ എക്സ് ക്യൂബ് ഇൻ ദ ഇന്റർവൽ ക്ലോസ്ഡ് ഇന്റർവൽ -2 2. ഇതാണ് ഗ്രീൻ കളറിലുള്ളതാണ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എക്സിനെ തൽക്കാലം ഹൈഡ് ചെയ്യാണ്. എഫ് ഓഫ് എക്സ് domain of f of x is closed interval -2 to range of f of x is closed interval -8 8. When a is equal to 0, f of x and g of x are same function, so domain and range are same. When a is equal to 1, f of x hide ചെയ്ത് വെച്ചിട്ടുണ്ട്. g of x is x plus 1 whole cube. x coordinate കൂടെ plus 1 ആഡ് ചെയ്യാം. x coordinate plus 1. x cube x plus 1 whole cube. Domain is ഇവിടെ ഈ പോയിന്റ് വരുന്നത് -3. കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ഇസ് -3. ഇവിടുത്തെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ 1. സോ ഡൊമെയിൻ ഇസ് ക്ലോസ്ഡ് ഇന്റർവൽ -3 1. റേഞ്ച് ഇസ് ക്ലോസ്ഡ് ഇന്റർവൽ -8 8. വെൻ a is equal to 2, ഡൊമെയിൻ ഇസ് ഇവിടെ എക്സ് വാല്യൂ -4, ഇവിടുത്തെ എക്സ് വാല്യൂ 0. സോ ഡൊമെയിൻ ഇസ് ക്ലോസ്ഡ് ഇന്റർവൽ -4 0. When a is 3, domain is closed interval -5 -1. When a is equal to -1, domain is ഇവിടെ വരുന്ന x value -1, ഇവിടെ 3, closed interval -1 3. When a equal to -2, domain is 0 4, closed interval 0 4. Okay. അപ്പോൾ പുതിയ ഫംഗ്ഷന്റെ ഡൊമെയിൻ ചേഞ്ച് ആവുന്നുണ്ട്. ഷിഫ്റ്റ് ചെയ്തത് എഫ് ഓഫ് എക്സ് പ്ലസ് എ ചെയ്യുന്ന സമയത്ത് ഡൊമെയിൻ ചേഞ്ച് ആവുന്നുണ്ട്. റേഞ്ചിൽ മാറ്റമില്ല. ക്ലോസ്ഡ് ഇന്റർവൽ -8 8 തന്നെയാണ്. ഡൊമെയിൻ ഇവിടെ ഡൊമെയിൻ ഒറിജിനൽ ഫംഗ്ഷന്റെ ഡൊമെയിൻ ക്ലോസ്ഡ് ഇന്റർവൽ -2 2. ഈ ജി ഓഫ് എക്സിന്റെ ഡൊമെയിൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 0 4. അതായത് -2 -2. ഇവിടെ a -2 ആണ്. -2 -2, that is -2 plus 2 0 കിട്ടും. 2 -2, 2 plus 2 ഈ വാല്യൂ 4 കിട്ടും. ഇൻ ജനറൽ ഡൊമെയിൻ ചേഞ്ചസ് ടു -2 -a 2 -a. Okay, domain of g of x is closed interval -2 -a 2 -a. നമ്മളിവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുക്കാം. ആദ്യം എടുത്ത ഫംഗ്ഷൻ ആണ് എക്സ് സ്ക്വയർ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. സോ ജി ഓഫ് എക്സ് ഇസ് എക്സ് -2 ഹോൾ സ്ക്വയർ. എ -2 ആയതുകൊണ്ട് a2 1 2 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. വെൻ എ ഇസ് 2, ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഇസ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇനി ഇതിൻ്റെ ഈ പോയിന്റ്സ് എടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാണ്. ബി എന്ന് പറഞ്ഞ സ്ലൈഡർ ഇൻക്രിമെന്റ് 1 കൊടുത്തു. ഇതിന്റെ മുകളിൽ വരുന്ന പോയിന്റ് എഫ് ഓഫ് എക്സിന്റെ മുകളിൽ വരുന്ന പോയിന്റ്സ് ബി എഫ് ഓഫ് ബി സി എന്ന് പറഞ്ഞ പോയിന്റ്. അതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. ജി ഓഫ് എക്സിന്റെ മുകളിൽ വരുന്ന പോയിന്റ് ബി ജി ഓഫ് ബി. f of x is x square, g of x is x plus 2 whole square, a is equal to 2. f of x ന്റെ മുകളിൽ വരുന്ന പോയിന്റ് 1 1, g of x ന്റെ മുകളിൽ വരുന്ന പോയിന്റ് 1 9. When x is 1, x square is 1, so we get 1 1. When x is 1, y value is 1 plus 2 whole square 9 1 9. y value x plus 2 whole square ആയിട്ട് മാറും. When x is 2, എക്സ് സ്ക്വയർ ഗ്രാഫിൽ വരുന്ന പോയിന്റ് 2 4, ജി ഓഫ് എക്സിൽ വരുന്ന പോയിന്റ് 2 16. 2 plus 2 4, 4 സ്ക്വയർ ഇസ് 16. വൈ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ 4 ആകുമ്പോൾ 16. വെൻ ബി ഈക്വൽ ടു 0, പോയിന്റ് ഓൺ എഫ് ഓഫ് എക്സ് ഇസ് 0 0, എക്സ് വാല്യൂ 0, എക്സ് സ്ക്വയർ ഇസ് 0. നൗ ഹിയർ 0 4, എക്സ് ഇസ് 0,
0 plus 2 whole square, that is 4. 0, 4. Y value change ആവുന്നുണ്ട്. രണ്ട് ടൈപ്പ് ഷിഫ്റ്റിംഗ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. വെർട്ടിക്കൽ ഷിഫ്റ്റ് ആൻഡ് ഹൊറിസോണ്ടൽ ഷിഫ്റ്റ്. വെർട്ടിക്കൽ ഷിഫ്റ്റ് ഇസ് എഫ് ഓഫ് എക്സ് പ്ലസ് എ. ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് ഇസ് എഫ് ഓഫ് എക്സ് പ്ലസ് എ. ഇവിടെ വൈ പ്ലസ് എ, എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ വൈ പ്ലസ് എ, വൈ കോർഡിനേറ്റ് പ്ലസ് എ. ഇവിടെ വരുന്ന സമയത്ത് എക്സ് പ്ലസ് എ, എക്സ് കോർഡിനേറ്റിൻ്റെ കൂടെ പ്ലസ് എ ചേർക്കും. വെർട്ടിക്കൽ ഷിഫ്റ്റ് ആൻഡ് ഹൊറിസോണ്ടൽ ഷിഫ്റ്റ്. അപ്പോൾ നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ എടുത്ത ഫംഗ്ഷൻ എക്സ് സ്ക്വയർ വെൻ എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ ലെസ് ദാൻ 0. വെൻ എ ഗ്രേറ്റർ ദാൻ 0, ഡൊമെയിൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ആർ, റേഞ്ച് ഇസ് 0 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് അറ്റ് 0. എഫ് ഓഫ് എക്സ് പ്ലസ് എ, ഡൊമെയിൻ ഇസ് ആർ, റേഞ്ച് മാറുന്നുണ്ട്, റേഞ്ച് ഇസ് എ ഇൻഫിനിറ്റി, ക്ലോസ്ഡ് അറ്റ് എ പോസിറ്റീവ് ആകുന്ന സമയത്ത് വെർട്ടിക്കലി അപ്വേർഡ്, വെൻ എ ഇസ് നെഗറ്റീവ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് എ എടുത്തു കഴിഞ്ഞാൽ എ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ വെർട്ടിക്കലി അപ്വേർഡ്, എ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇനി നമ്മൾ ഡൊമെയിനും റേഞ്ചും ഈ കംപ്ലീറ്റ് കോളം കംപ്ലീറ്റ് ചെയ്യണം. ഡൊമെയിൻ ഓഫ് മോഡ് എക്സ് ആർ, റേഞ്ചസ് 0 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് അറ്റ് 0. വെൻ എ ലെസ് ദാൻ 0, ഇത് ഏതായി കഴിഞ്ഞാലും മോഡ് എക്സിന്റെ ഡൊമെയിനും റേഞ്ചും അതുപോലെ തന്നെ ആർ 0 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് അറ്റ് 0 ഉണ്ടാകും. എഫ് ഓഫ് എക്സ് പ്ലസ് എയുടെ കാര്യത്തിൽ ഡൊമെയിൻ ആർ, റേഞ്ച് എ ഇൻഫിനിറ്റി, റേഞ്ച് മാറുന്നുണ്ട്. ഫ്ലോർ എക്സിന്റെ കാര്യത്തിൽ ഡൊമെയിൻ ആർ, റേഞ്ച് സെഡ് തന്നെ, അവിടെ മാറ്റം വരുന്നില്ല. ഫംഗ്ഷൻ 1/x എടുത്തു കഴിഞ്ഞാൽ ഡൊമെയിനും റേഞ്ചിലും മാറ്റം വരുന്നില്ല. നമ്മൾ അടുത്തത് എക്സ് എടുത്തു, ഇവിടുത്തെ ഡൊമെയിൻ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡൊമെയിൻ ക്ലോസ്ഡ് ഇന്റർവൽ -2 to റേഞ്ച് ഇസ് ക്ലോസ്ഡ് ഇന്റർവൽ -2 to. എഫ് ഓഫ് എക്സ് പ്ലസ് എയുടെ ഡൊമെയിൻ മാറുന്നില്ല, ക്ലോസ്ഡ് ഇന്റർവൽ -2 to തന്നെയാണ്. പക്ഷെ റേഞ്ച് മാറുന്നുണ്ട്, -2 + a 2 + a ആയിട്ട് മാറുന്നുണ്ട്. രണ്ട് കേസിലും അതുപോലെ തന്നെയാണ്. ഇവിടെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. എ ഗ്രേറ്റർ ദാൻ 0, ഷിഫ്റ്റ് ഇസ് വെർട്ടിക്കലി അപ്വേർഡ്സ്. വെൻ എ ലെസ് ദാൻ 0, ഷിഫ്റ്റ് ഇസ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇനി എക്സ് ക്യൂബിന്റെ കാര്യത്തിൽ എ ഗ്രേറ്റർ ദാൻ 0, ഡൊമെയിൻ മാറുന്നില്ല, ക്ലോസ്ഡ് ഇന്റർവൽ -2 to തന്നെയാണ്. റേഞ്ച് ക്ലോസ്ഡ് ഇന്റർവൽ -8 8 ഉള്ളത് ക്ലോസ്ഡ് ഇന്റർവൽ -8 + a 8 + a ആയിട്ട് മാറും. എ ലെസ് ദാൻ 0 ആകുമ്പോഴും ഡൊമെയിൻ സെയിം ആയിട്ട് നിൽക്കും. റേഞ്ച് -8 8 ആണ് ഇവിടെ വരുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ -8 + a 8 + a ആയിട്ട് മാറും. ലാബ് 1ന്റെ റിസൾട്ട് നമുക്ക് ഇതുപോലെ പറയാം. വെർട്ടിക്കൽ ഷിഫ്റ്റ് ഡസന്റ് ചേഞ്ചസ് ദ ഡൊമെയിൻ ആൻഡ് മേ ചേഞ്ച് ദ റേഞ്ച്. ചില ഫംഗ്ഷൻസിന്റെ റേഞ്ച് ചേഞ്ച് ആകുന്നത് നമ്മൾ കണ്ടു. ലാബ് 2.2ന്റെ റിസൾട്ട് ആണ്. നമ്മൾ ആദ്യം എടുത്ത ഫംഗ്ഷൻ എക്സ് സ്ക്വയർ എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഷിഫ്റ്റ് വരുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ്. ഓക്കെ, ഇവിടെ കൺഫ്യൂഷൻ പാടില്ല. ജിയോജിബ്രയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. When a greater than 0, shift is towards left. When a less than 0, shift is towards right. Okay. ഇനി ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും. ഡൊമെയിൻ 6 ആണ് ഇവിടുത്തെ ഡൊമെയിൻ. ഈ ഫംഗ്ഷൻ്റെ ഒക്കെ ഡൊമെയിൻ നമ്മൾ 6 ആണ് എടുത്തിരിക്കുന്നത്. അത് 6 തന്നെ ആയിട്ടുണ്ട്. റേഞ്ചിലും വ്യത്യാസം വന്നിട്ടില്ല. 0 ഇൻഫിനിറ്റി, ഇവിടെയും 0 ഇൻഫിനിറ്റി, ക്ലോസ്ഡ് അറ്റ് 0. ഓക്കെ, സെയിം റേഞ്ച് തന്നെ ഉണ്ട്. അടുത്ത ഫംഗ്ഷൻസ് എടുക്കുന്ന സമയത്ത് 1/x എടുത്തപ്പോഴും ഡൊമെയിൻ സെയിം ആണ്, 6 തന്നെയാണ്. റേഞ്ചും സെയിം തന്നെയാണ്. പക്ഷേ നമ്മൾ എക്സിന്റെ ഡൊമെയിൻ ക്ലോസ്ഡ് ഇന്റർവൽ -2 2 എടുത്തപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എയുടെ ഡൊമെയിൻ ചേഞ്ച് ആയത് നമ്മൾ കണ്ടു. -2 - a 2 - a ആയിട്ട് മാറുന്നുണ്ട്. റേഞ്ചിൽ വ്യത്യാസം വന്നിട്ടില്ല, പക്ഷെ ഡൊമെയിൻ ചേഞ്ച് ആവുന്നുണ്ട്. എക്സ്, എഫ് ഓഫ് എക്സ് ഇസ് എക്സ്, domain is closed interval -2 to. f of x plus a യുടെ domain closed interval -2 - a 2 - a. When we consider x cube, when a greater than 0, towards left, shift is towards left. When a less than 0, shift is towards right. റേഞ്ച് ചേഞ്ച് ആയിട്ടില്ല, ക്ലോസ്ഡ് ഇന്റർവൽ -8 8 തന്നെയാണ്. പക്ഷെ ഡൊമെയിൻ ചേഞ്ച് ആവുന്നുണ്ട്. എക്സ് ക്യൂബിന്റെ ഡൊമെയിൻ ക്ലോസ്ഡ് ഇന്റർവൽ -2 2. എക്സ് ക്യൂബിന് പകരം എഫ് ഓഫ് എക്സ് പ്ലസ് എ എടുക്കുന്ന സമയത്ത്, അതായത് എക്സ് പ്ലസ് എ ഹോൾ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഡൊമെയിൻ ക്ലോസ്ഡ് ഇന്റർവൽ -2 - a 2 - a ആയിട്ട് മാറുന്നുണ്ട്. അതായത് നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്.
Horizontal shift does not changes the range, it may change the domain. Vertical shift f of x plus a. If a greater than 0, the graph translates towards a units upward. Okay, graph translates upwards a units. If a less than 0, the graph translates downward a units. Horizontal shift f of x plus a. If a greater than 0, the graph translates to the left a units. A greater than 0 towards left. If a less than 0, the graph translates to right a units. A less than 0, shift is towards right. Vertical shift f of x plus a greater than 0 vertically upwards, a less than 0 vertically downwards. Horizontal shift is f of x plus a, x coordinate x plus a ആയിട്ട് ചേഞ്ച് ചെയ്യും. A greater than 0 graphs moves left, a less than 0 graphs moves right. ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആയ ഫങ്ഷൻസ് എടുക്കുക. ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസും ഡിഫറെൻ്റ് ആയ ഫങ്ഷൻസ് എടുത്തിട്ട് ജിയോജിബ്രയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പുതിയ പുതിയ റിസൾട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.